സംഘടനയില്ലെങ്കിൽ അള്ളാന്റെ ദീൻ ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എല്ലാ പിഴച്ച കക്ഷികൾക്കും സംഘടനയോട് വിരോധമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയോട് വെറുപ്പാണ്. അതേസമയം സംഘടനാ പ്രവർത്തകർ അവർക്ക് ശമ്പളമില്ല, അവർക്ക് ബത്തയില്ല, അവരെ വിയർപ്പും ഒലിപ്പിച്ച് ഓടി നടക്കുകയാണ് അള്ളാഹുവിന്റെ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി. ഇതൊക്കെ എന്തിനാ? വീട്ടിൽ അരി വാങ്ങാൻ വേണ്ടിയല്ലോ, അള്ളാഹുവിന്റെ ദീൻ നിലനിർത്താനാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇതുപോലെ തന്നെ ഒരു പള്ളി കമ്മിറ്റി, ആ പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റിന് 5 പൈസ ശമ്പളമില്ല, സെക്രട്ടറിക്ക് ശമ്പളമില്ല, ഖതീബിന് ശമ്പളമുണ്ട്, മുഅദ്ദിന് ശമ്പളമുണ്ട്, മദ്രസയിൽ ഉസ്താദിന് ശമ്പളമുണ്ട്. കൊടുക്കുന്ന ശമ്പളം കുറവാന്നേ ഉള്ളൂ, പരമാവധി കൂട്ടി കൊടുക്കണം. പക്ഷേ ഈ കമ്മിറ്റിക്കാർക്ക് 5 പൈസ ശമ്പളമില്ല. അവർ ഈ മഹല്ലത്ത് നിലനിർത്താൻ വേണ്ടി അധ്വാനിക്കാൻ. അവരോട് വലിയ ബഹുമാനവും ആദരവും വേണം, എല്ലാ ജനങ്ങൾക്കും വേണം. സംഘടനാ പ്രവർത്തകരോട്, കമ്മിറ്റിയുടെ പ്രവർത്തകരോട് വലിയ സ്നേഹവും ബഹുമാനവും വേണം. അവരാണ് ഇവിടെ ദീൻ നിലനിർത്തുന്ന ബോധം വേണം. ഒന്നുകൂടി ഞാൻ പറയട്ടെ, നമ്മുടെ സംഘടന ഇല്ലാത്ത കാലത്ത് എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയി നമുക്ക്. മുഹീദ്ദീൻ ശിഖറുല്ലാഹിന്റെ പേരിൽ നിർമ്മിച്ച മുഹീദ്ദീൻ പള്ളി സുന്നികളുടെ കൈവശത്തിലുണ്ടോ? അവിടെ ഒരു മുഹീദ്ദീൻ റാത്തീബ് ഓതാൻ പറ്റുമോ? സാദുലി ശൈഖിന്റെ പേരിൽ നിർമ്മിച്ച സാദുലി പള്ളിയിൽ ഒരു സാദുലി റാത്തീബ് ഓതാൻ പറ്റുമോ? പോകട്ടെ, ബഹുമാനപ്പെട്ട കുത്തുബി തങ്ങൾ ദർസ് നടത്തിയ, അവിടുത്തെ ഉസ്താദ് ദർസ് നടത്തിയ, അന്യത്ത് ഉസ്താദ് ഓതിപ്പടിച്ച, ഉള്ളാളെ നിങ്ങൾ ഓതിപ്പടിച്ച ദാറുൽ ഉലൂം വാഴക്കാട് എന്ന സ്ഥാപനം ഇന്ന് സുന്നികളുടെ കയ്യിലുണ്ടോ? അത് പുത്തൻവാദിയുടെ കയ്യിൽ പോയില്ലേ? എന്തുകൊണ്ടാ പോയത്? നമുക്ക് അന്ന് സംഘടനാ പ്രവർത്തനം ഇല്ലാത്തതുകൊണ്ടാണ് പോയത്. കുറ്റിയാടിയിൽ എന്തുകൊണ്ടാണ് 11 മഹല്ലുകൾ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ കൈവശപ്പെടുത്തിയത്? സംഘടനാ പ്രവർത്തനം ഇല്ലാത്തത് കൊണ്ടാണ്. ഇന്ന് നമ്മളെ മുസ്ലിം ജമാഅത്തും SYS-ഉം SSF-ഉം ഒക്കെ സജീവമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇപ്പോൾ നമ്മളെ പള്ളി നഷ്ടപ്പെടുന്നില്ല, നമ്മളെ മദ്രസ നഷ്ടപ്പെടുന്നില്ല, നമ്മളെ സ്ഥാപനം നഷ്ടപ്പെടുന്നില്ല. അതിനെ ശക്തിപ്പെടുത്തി നിലനിർത്തുകയാണ് നമ്മുടെ സംഘടന. ഈ സംഘടന എന്ന് പറയുന്നത് ഒരു തെങ്ങിന്റെ വേര് പോലെയാണ്. തെങ്ങ് എന്ന് പറയുന്ന സാധനം നിലനിർത്താൻ ഈ വേര് എത്രയാണ് അധ്വാനിക്കുന്നത്. ചെറിയ ചെറിയ വേരായിരിക്കും, കാണുമ്പോൾ തോന്നും ഇനി വലിയ ശക്തിയൊന്നുമില്ല. പക്ഷേ ആ വേരുകളെല്ലാം കൂടി പിടിച്ചു നിർത്തുന്നത് കൊണ്ടാണ് കൊടുങ്കാറ്റടിച്ചാലും ഈ തെങ്ങിനെ മറിച്ച് തള്ളിയിടാൻ ഈ വേരുകൾ സമ്മതിക്കില്ല. ചെറിയ ചെറിയ വേരാണെന്ന് പറഞ്ഞ കാര്യമില്ല, അത് ഒന്നിച്ചു കൂടുമ്പോൾ അതൊരു വലിയ ശക്തിയാണ്. ഈ വേരുകളാണ് ഈ ഇസ്ലാം ദീനിന്റെ മുഴുവനും നിലനിർത്തുന്ന വേരുകളായി പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ സംഘടനാ പ്രവർത്തകർ. അവരോട് വലിയ സ്നേഹം വേണം, അവരോട് ആദരവ് വേണം, അവരോട് കൂറ് വേണം. അങ്ങനെയാണ് മുസ്ലിമീങ്ങൾ ജീവിക്കേണ്ടത്. സംഘടനയെ കുറ്റം പറയുന്നവർ അവർ കാര്യലാഭത്തിന് വേണ്ടി തള്ളി പറയുന്നവരായിരിക്കും, അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി എന്തും പറയുന്നവരായിരിക്കും. അതിലൊരിക്കലും മുസ്ലിമീങ്ങൾ പെട്ടുപോകാൻ പാടില്ല. നമ്മുടെ ദീൻ ഇവിടെ നിലനിൽക്കണം. അതിന് നമ്മുടെ സംഘടനകൾ സജീവമായി പ്രവർത്തിക്കണം, നമ്മുടെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കണം, നമ്മുടെ പള്ളികൾ ഉണ്ടാകണം, ഉള്ള പള്ളികൾ സംരക്ഷിക്കണം. അതേ സമയത്ത് മുഅ്മിനീങ്ങൾ, ഈമാനുള്ള മുഅ്മിനീങ്ങൾ, സുന്നികൾ അവരേത് സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ, ഒരു സംഘടനയും ഇല്ലാത്തവരാണെങ്കിലും സുന്നത്ത് ജമാഅത്തിൽപ്പെട്ട മുഅ്മിനീങ്ങൾ പരസ്പരം മിണ്ടാത്തവരാകരുത്, പരസ്പരം സലാം പറയാത്തവരാകരുത്, പരസ്പരം തുറന്നു നിസ്കരിക്കാത്തവരാകരുത്, പരസ്പരം വെറുപ്പ് വെക്കുന്നവരാകരുത്. മറിച്ച് അല്ലാഹുവിന്റെ അടുക്കൽ നമ്മുടെ ആയുസ്സിനെ കുറിച്ച് ചോദ്യം വരും. ലാ തസൂലു ഖദമ ബനി ആദമ ഹത്താ യുസ്അല അൻ ഖംസിൻ. 5 കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ പടച്ചവന്റെ കോടതിയിൽ കാല് നീങ്ങൂല. അൻ ഉംരിഹി ഫീമ അഫ്നാ. ആയുസ് ഏത് വിഷയത്തിലാണ് നശിപ്പിച്ചത്? ആയുസ് കാലത്ത് നീ ചെയ്തത് എന്താണ്? പരസ്പരം കുറ്റം പറയലാണോ? ചീത്ത വിളിക്കലാണോ? തെറി പറയലാണോ? ആക്രമിക്കലാണോ? തീവ്രവാദമാണോ? ഭീകരവാദമാണോ? അതേ, റബ്ബിന്റെ അടുക്കൽ ആയുസ്സിനെ കുറിച്ച് ചോദ്യമുണ്ട്. അൻ ശബാബിഹി ഫീമ അബ്ലാ. യുവത്വം എവിടെയാണ് തീർത്തു കളഞ്ഞത്? യുവത്വകാലത്ത് കഴിയും പോലെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ മുന്നിട്ടിറങ്ങിയിരുന്നോ? തെറ്റുകൾ നിന്ന് മാറി നിന്നിരുന്നോ? നിന്റെ ധനം നീ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? വരവിന്റെ കണക്കെവിടെ? ചെലവിന്റെ കണക്കെവിടെ?
റബ്ബ് കണക്ക് ചോദിക്കുന്ന ഒരു സമയമുണ്ട്. വഅൻ ഇൽമിഹി മാദാ അമില ഫീമാ അലിമാ, പഠിച്ചതനുസരിച്ച് നീ എന്ത് പ്രവർത്തിച്ചടോ, ഇൽമിനെ കുറിച്ച് ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിന് മറുപടി പറയാതെ റബ്ബിന്റെ കോടതിയിൽ നിന്ന് നീങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും റബ്ബിനോട് എപ്പോഴും തൗബ ചെയ്തുകൊണ്ടേ ഇരിക്കണം, മാപ്പ് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. എപ്പോഴാണ് റബ്ബിന്റെ വിളി വരുന്നതെന്നറിയില്ല. വരുമ്പോൾ പോവുകയല്ലാതെ നിർവാഹമില്ല. മരണത്തിന് വേണ്ടി ഒരുങ്ങി ജീവിക്കുന്നവൻ ആരോ, അവനല്ലേ യഥാർത്ഥത്തിൽ ചിന്തയുള്ളവൻ, അവനല്ലേ വാസ്തവത്തിൽ ഭാഗ്യമുള്ളവൻ. അതുകൊണ്ട് ആഖിറം ചിന്തിച്ചുകൊണ്ട് ജീവിക്കണമെന്നും നിങ്ങൾ പരസ്പരം നന്നായി സഹകരിക്കണമെന്നും അള്ളാന്റെ ദീന് പഠിപ്പിക്കുന്നതിൽ ഒരാളും നിസ്സഹകരിക്കരുത്, എല്ലാവരും സഹകരിക്കണമെന്നും വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. എല്ലാ ചെറുപ്പക്കാരും സദസ്സിലേക്ക് വരണം. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്ത് പിരിയണം. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാക്കട്ടെ. ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. റബ്ബേ, ഞങ്ങളെ സർവ്വ മജ്‌ലിസുകളും ഞങ്ങളെ എല്ലാ സ്ഥാപനങ്ങളും ഞങ്ങളെ സംഘടനകളും ഞങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള വഴിയായി കബൂൽ ചെയ്യണം അല്ലാഹ്.